അങ്ങനെ കാശ്മീർ പോകാനായിട്ട് കംപ്ലീറ്റ്ലി പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം കാശ്മീരിൽ പോകുന്ന സമയത്ത് കൊണ്ടുപോകുന്ന ഐറ്റംസ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഏകദേശം കാണാം. അപ്പോൾ ഇത് കാശിയുടെ ടെൻ്റാണ്, അത് അവൻ്റെ നിന്ന് എടുത്തു കൊണ്ടുവന്നു. പിന്നെ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഇത് നവീനയുടെ ബൈക്കിലുള്ള സാഡിൽ ബാഗാണ്, അപ്പോൾ അത് അവൾ എനിക്ക് തന്നു. പിന്നെ ഉള്ളത് ഡെഫിനറ്റ്ലി എൻ്റെ ജെറിക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് കന്നാസ് സെൻറ്ററിൽ കൊടുത്തു. പിന്നെ ഡെഫിനറ്റ്ലി വൺ ഓഫ് മൈ സ്പോൺസറിങ് ബ്രാൻഡാണ് മെഗാ മോട്ടോഴ്സ് ആലുവ. അപ്പോൾ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്ത ചെയിൻ ലൂബ് ആൻഡ് ഹീറോയുടെ സ്പേസ്. പിന്നെ വേറൊരു സ്പോൺസറിങ് ബ്രാൻഡാണിത്, അത് ഡെഫിനറ്റ്ലി പതിക്കാൻ റിവീൽ ചെയ്യാം. പിന്നെ സൺസ്ക്രീൻ എടുക്കുക, എന്തായാലും നല്ല വെയിലാണ്. പിന്നെ ബേസിക് ടൂൾസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ജാക്കറ്റ്, പിന്നെ പോർട്ടബിൾ സ്റ്റാൻഡ്, അത് അജയുടെയാണ്, അത് ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേറെ 2 സ്പോൺസറിങ് ബ്രാൻഡ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റോഡ് മോക്സ് ആണ് വേറെ സ്പോൺസർ ബ്രാൻഡ്. അതിനുശേഷം ഓറിയൻ മോട്ടോഴ്സ്. അതൊക്കെ നമുക്ക് പിന്നെ ബ്രീഫായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് എന്താ നോക്കാം. അത്യാവശ്യം കുറച്ചും കൂടി ടൂൾസ് കിടക്കുന്നുണ്ട്. പക്ഷേ ഈ ടൂൾസ് കുറച്ചും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും കൂടി ഉപയോഗിക്കാനായിട്ട് കത്തി ഐറ്റംസൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയും നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ ഒരു സേഫ്റ്റി എന്ന രീതിയിൽ ഒരു പെപ്പർ സ്പ്രേയും കൂടി കരുതുക. പിന്നെ ഡെഫിനറ്റ്ലി റെയിൻകോട്ട്, ഓഫ് കോഴ്സ് വെഹിക്കിൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം കരുതി വയ്ക്കുക, അതിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊപ്പം തന്നെ ഇതൊക്കെയാണ് വേറെ കുറച്ച് ഐറ്റംസൊക്കെയും. കേരള ടു ലഡാക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് എയ്ഡ് കിറ്റ് നിർബന്ധമാണ്. സ്പെയർ കീസ്, പവർ ബാങ്ക്, ഇത് അതിനൊപ്പം തന്നെ എനിക്കൊരു 20,000 mAh പവർ ബാങ്ക് അമാൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയും കുറച്ച് ഐറ്റംസ്. പിന്നെ വേറെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്റർ ക്ലോത്ത്സ്. നല്ല മഞ്ഞാണ് വരാൻ പോകുന്നത്, അപ്പോൾ കുറച്ച് വിൻ്റർ ക്ലോത്ത്സൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. എക്സ്റ്റൻഷൻ ബോർഡ് നിർബന്ധമാണ്. വല്ല റൂമിലേക്ക് സ്റ്റേ ചെയ്യുന്ന സമയത്ത് എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്, ഒരു പ്ലഗ് പോയിൻ്റൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഒരു റൈഡ് പോകുന്നത് വെറും 25,000 രൂപയ്ക്കാണ് ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെ പോകും എങ്ങനെ വരും എന്നൊരു കണക്കൂട്ടലുമില്ലാതെയാണ് ഈ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൻ്റെ അടുക്കളയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര നാളത്തേക്ക് പോകുമെന്നൊന്നറിയില്ല, അത് പറ്റാവുന്ന അത്രയ്ക്കും രീതിയിൽ. അപ്പോൾ കുറച്ച് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ടോപ്പ് ബോക്സ് ഉണ്ട്. സ്നോ ഷൂസാണ്, പക്ഷേ കുറച്ചും കൂടി ഒരു സേഫ്റ്റി ഷൂസ് വേണം. സോ ഇതൊക്കെയാണ് ഏകദേശം കേരള ടു ലഡാക്ക് പോകുന്ന സമയത്ത് എടുത്തു വെച്ചേക്കുന്ന ബേസിക് ഐറ്റംസ്. ഇനി ഓൺ ദ വേ കാണാം.